മന്ത്രം ജപിച്ചിട്ട് പൂജ നടത്തി കഴിഞ്ഞാൽ പണം പറന്നു വരുന്നു പറഞ്ഞിട്ടുള്ള ഒരു തട്ടിപ്പ് നടത്തി ഇത്ര കർണാടകയിൽ. എന്നിട്ട് ഒരുപാട് ആളുകൾ പൈസ നഷ്ടപ്പെട്ടു. പോലീസിൽ പരാതിപ്പെട്ടു, പോലീസ് ഒരു അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് തുറന്നു വിട്ടു എന്നാണ് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഇതൊരു തട്ടിപ്പൊന്നുമല്ല. ഇത് വിവരം കെട്ട അറിവില്ലാത്ത ആളുകളെ ചൂഷണം ചെയ്യുക. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അറിവില്ലാത്ത ആളുകളുണ്ട് ഈ ലോകത്ത്. മന്ത്രശക്തി, ദൈവം, പിന്നെ എനർജി, പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, അങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങൾ, സ്യൂഡോ സയൻസൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഈ ആളുകളെയാണ് ചൂഷണം ചെയ്യുന്നത്. ഇതൊരു ജീവിത മാർഗമാണ്. കേരളത്തിൽ ഒരു ഉദാഹരണത്തിന് നമ്മുടെ കൃപാസനം മാതാവുണ്ട്. അവിടെ പോയിട്ട് അവിടുത്തെ പത്രത്തിന് ഭയങ്കര ശക്തിയാണെന്ന് പറയുന്നത്. ആ പത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ദിവസം 2 പഴം പൊതിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നോക്കിയാൽ അത് 4 പഴമായി മാറുന്നത്. നമ്മൾ പണ്ട് മയിൽപ്പീലി വിരിയാൻ വേണ്ടിയിട്ട് മറ്റേ പുസ്തകത്തിൻ്റെ ഇടയിൽ വയ്ക്കുമല്ലോ, ഒരു പീലി, ചെറിയ പീലി കിട്ടിക്കഴിഞ്ഞാൽ അത് വിരിയെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കില്ലേ. അതേപോലത്തെ ഉള്ള ഒരു അത്ഭുത സിദ്ധിയുള്ള ഒരു സ്ഥലമാണ് കൃപാസനം മാതാവിൻ്റെ. ഇത് ചെറിയ കാര്യം, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും, നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാവും, നമ്മുടെ സമ്പത്ത് ഇരട്ടിക്കും, അസുഖങ്ങളൊക്കെ മാറുന്നൊക്കെ പറഞ്ഞിട്ടാണ്. കൃപാസനം മാതാവ് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് സ്ഥലങ്ങളിലാണ് ഇതേപോലെയൊക്കെ, അല്ലെങ്കിൽ ആയിരക്കണക്കൊന്നും അല്ല, അതിൽ കൂടുതലായിരിക്കും. ഇതൊരു ജീവിതമാർഗ്ഗമാണ്. ഇതിനെ തട്ടിപ്പായിട്ട് നമ്മൾ കാണരുത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ആളുകൾക്കല്ല, അല്ലാതെ അല്പം വിവരമുള്ള ആളുകൾക്ക് അറിയാതെ മുഴുവൻ തട്ടിപ്പാണ്. പക്ഷേ ആരും വാ തുറക്കില്ല. കാരണം എന്താണ്? എല്ലാത്തിൻ്റെയും മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് ദൈവത്തിനെ, വിശ്വാസത്തിനെ. എന്നിട്ട് അവരൊരു കാര്യം പറയും, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് സുഹൃത്തേന്ന്, അല്ലെങ്കിൽ പറയും പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തേന്ന്.